आज के वीडियो में सबका स्वागत है। आज हम हमारा पाठ्यपुस्तक वसंत का तीसरा पाठ हिमालय की बेटियों का प्रश्नोत्तर का विश्लेषण करने जा रहे हैं। पहला प्रश्न, नदियों को माँ मानने की परंपरा हमारे यहाँ काफ़ी पुरानी है, लेकिन लेखक नागार्जुन ने उन्हें किन किन रूपों में देखते हैं। നദികളെ അമ്മയായി കാണുന്ന പാരമ്പര്യം നമ്മുടെ ഇവിടെ വളരെ പഴക്കമേറിയതാണ്, പുരാതനമാണ്. എന്നാൽ ലേഖകൻ നാഗാർജുൻ ഈ നദികളെ ഏതൊക്കെ രൂപത്തിലാണ് കാണുന്നത്? नदियों को माँ का स्वरूप तो माना ही गया है, लेकिन लेखक नागार्जुन ने उन्हें बेटियों, प्रेयसी, महिला व बहन के रूप में भी देखा है. നദികളെ അമ്മ എന്ന രൂപം, ആ ഒരു സ്വരൂപം പണ്ടേ മാനിക്കപ്പെട്ടിട്ടുള്ളതാണ്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ലേഖകൻ നാഗാർജുൻ അതിനെ മകളായിട്ടും പ്രണയിനിയായിട്ടും ഒരു സഭ്രാന്ത മഹിളയായിട്ടും അതുപോലെ സഹോദരിയായിട്ടും ഒക്കെയാണ് കാണുന്നത്. दूसरा प्रश्न, सिंधु और ब्रह्मपुत्र की क्या क्या विशेषताएं बताई गई है? സിന്ധുവിൻ്റെയും ബ്രഹ്മപുത്രയുടെയും എന്തൊക്കെ വിശേഷതകളാണ് ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? उत्तर सुनिए. सिंधु और ब्रह्मपुत्र हिमालय की दो ऐसी नदियां हैं जिन्हें ऐतिहासिकता के आधार पर पुल्लिंग रूप में नद भी माना गया है. സിന്ധുവും ബ്രഹ്മപുത്രയും ഹിമാലയത്തിലെ രണ്ട് ഇപ്രകാരത്തിലുള്ള നദികളാണ്. അവയെ ചരിത്രപരമായിട്ട് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുല്ലിംഗ രൂപത്തിൽ നദ് എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു, കണക്കാക്കി വരുന്നു. हिमालय की पिघले हुई बर्फ का जल एकत्र होकर इन दो महान नदों का रूप धारण कर समुद्र की ओर प्रवाहित होती जा रही है. ഹിമാലയത്തിൻ്റെ ഉരുകിയ ജലം ഒന്നിച്ചുകൂടി രണ്ട് വലിയ നദികളായി രൂപം പ്രാപിച്ച് സമുദ്രത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ये दोनों नदियों का उद्गम स्थान तिब्बत में है. രണ്ട് നദികളുടെയും ഉദ്ഗമസ്ഥാനം, ഉത്ഭവസ്ഥാനം तिब्बताना. इनका रूप इतना लुभावना प्रतीत होता है कि समुद्र भी इन नदियों का हाथ पकड़ने में गर्व महसूस करता है. इनका रूप इतना लुभावना प्रतीत होता है, ഇവരുടെ രൂപം ഇത്രയും മനോഹരമാണ് എന്തെന്നാൽ സമുദ്രം പോലും ഈ നദികളെ തന്നിലേക്ക് വന്നു ചേരുന്നതിൽ അഭിമാനം കൊള്ളുന്നു. ഹാത്ത് പകടനെ കാ മത്ലബ് കെ ഷാദി കർണ, കരം ഗ്രഹിക്കുക. ഇവിടെ ഒരു സങ്കല്പമുണ്ട്, നദികൾ സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുമ്പോൾ നദിയും സമുദ്രവും തമ്മിലുള്ള വിവാഹമാണ് നടക്കുന്നത് എന്ന സങ്കല്പം. അതാണ് ഇവിടെ ഹാത്ത് പകടനെ മേ ഗർവ് മഹസൂസ് കർത്താഹെ, കൈ പിടിക്കുമ്പോൾ കരം ഗ്രഹിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്നു. അതായത് സമുദ്രം പോലും ഈ രണ്ട് മഹാനദികളുടെ പേരിൽ അഭിമാനം കൊള്ളുന്നു. പ്രശ്ന 3, കാക്ക കാലേൽക്കർ ने नदियों को लोक माता क्यों कहा गया है? കാക്ക കാലേൽക്കർ നദികളെ ലോകമാതാവ് എന്ന് എന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്? ലോകമാതാക്ക മത്ലബ് കെ കല്യാണകാരി, മംഗളകാരി, മംഗളം നന്മ ചെയ്യുന്നവൾ എന്ന് പറയുന്നത്. ഭാരത് में नदियों का सांस्कृतिक, भौगोलिक तथा धार्मिक दृष्टि से बहुत महत्व है. ഭാരതത്തിൽ നദികൾക്ക് സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും മതപരമായും വളരെയേറെ മഹത്വമുണ്ട്. നദിയാം അനേക ജീവോംകോ ആശ്രയി ദേത്തി ഹേ, നദികൾ അനേകം ജീവികൾക്ക് ആശ്രയമാകുന്നു. നദിയാം ഹമേം ജൽ പ്രദാൻ കർ ജീവൻ ദാൻ ദേത്തി ഹേ, നദികൾ നമുക്ക് ജലം പ്രദാനം ചെയ്ത് നമുക്ക് ജീവൻ ദാനമായി നൽകുന്നു. നദിയാം അനേക ലോകോം കി ആജീവികാ കാ സാധൻ ഹേ, ഈ നദികൾ അനേകം ആളുകളുടെ ആജീവിക ഉപജീവന മാർഗം ആകുന്നു. ആജീവിക കാ സാധൻ ഉപജീവന മാർഗം ആകുന്നു. आधुनिक युग में भी बिजली बनाना, सिंचाई आदि कार्यों में पूरा सहयोग देती है. ഈ ആധുനിക യുഗത്തിൽ പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ ജലസേചനം മുതലായ കാര്യങ്ങൾക്കെല്ലാം ഈ നദി വളരെയേറെ സഹവർത്തിത്വമാണ് പുലർത്തുന്നത്. നദികൾ വളരെയേറെ പ്രയോജനമാണ് ചെയ്യുന്നത്. നദിയാം യുഗ യുഗോം സേ പൂജനീയ और മനുഷ്യ के लिए കല്യാണകാരി രഹി ഹേ, നദികൾ യുഗയുഗങ്ങളായിട്ട് യുഗാന്തരങ്ങളായിട്ട് മനുഷ്യന് നദികൾ വളരെയേറെ പൂജനീയവും മനുഷ്യന് വളരെയേറെ മംഗളം പ്രവർത്തിക്കുന്നവളും ആകുന്നു, അതുപോലെ നന്മ ചെയ്യുന്നതും ആകുന്നു. ആധുനിക് മനുഷ്യ നദിയോ കാ പ്രദൂഷൺ കർത്തേ ഹേ, ആധുനിക മനുഷ്യർ, നവയുഗ മനുഷ്യർ നദികളെയെല്ലാം നശിപ്പിക്കുന്നു, നദികളെ മലിനമാക്കുന്നു. ബിർബി ഏ നദിയാം കല്യാൺ ഹി കർത്തി ഹേ, എന്നിട്ടും ഈ നദികൾ നന്മ മാത്രമാണ് മനുഷ്യന്
ചെയ്യുന്നത്. അപാർ ദുഃഖ് സഹകർ കല്യാൺ കേവൽ മാതാ ഹി കർ സക്തി ഹേ. അപാരമായ ദുഃഖം സഹിച്ചുകൊണ്ട് നന്മ കേവലം മാതാവിന് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. ഇസ്ലിയെ കാക്ക കാലേൽക്കർ ने नदियों को लोक माता कहा गया है. അതുകൊണ്ടാണ് ലേഖകൻ കാക്ക കാലേൽക്കർ നദികളെ ലോകമാതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. चौथा प्रश्न, हिमालय की यात्रा में लेखक ने किन किन की प्रशंसा की है. ഈ ഹിമാലയൻ യാത്രകളിൽ ലേഖകൻ എന്തിനെയെല്ലാമാണ് വർണ്ണിച്ചിരിക്കുന്നത്, പ്രശംസിച്ചിരിക്കുന്നത്? उत्तर सुनिए. हिमालय की यात्रा में लेखक ने विराट स्वरूप हिमालय, उससे निकलने वाली अनेक नदियाँ, हिमालय की ऊंची ऊंची चोटियाँ, हरी भरी घाटियाँ, विशाल मैदानों, देवदार चीड़ आदि वृक्ष, महासागर आदि की प्रशंसा की है. ഈ ഹിമാലയൻ യാത്രയിൽ ലേഖകൻ വിരാട സ്വരൂപമായി നിൽക്കുന്ന ആ ഹിമാലയ പർവ്വതത്തെയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനേക നദികളെയും ഹിമാലയത്തിൻ്റെ വളരെയേറെ പൊക്കം കൂടിയ കൊടുമുടികളെയും ഹരിഭരി ഘാട്ടിയാം നല്ല പച്ചപ്പു നിറഞ്ഞ ഘാട്ടികൾ വാലികൾ, വിശാലമായ മൈതാനങ്ങൾ, ദേവദാർ ചീട മുതലായ വൃക്ഷങ്ങൾ, മഹാസാഗരം എന്നിവയെക്കുറിച്ചെല്ലാം പ്രശംസിച്ചിരിക്കുന്നു. और पांचवा प्रश्न, नदियों से होने वाले लाभ के विषय में चर्चा कर एक निबंध लिखिए. നദികൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, എന്തെല്ലാം ലാഭങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു നിബന്ധം എഴുതുക. ഉത്തർ സുനിയെ. നദിയാം പ്രാകൃതിക ജലസ്രോത് ഹേ. നദികൾ പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകളാണ്. വേ ഹമേ അപന അമൂല്യ ജൽ പ്രദാൻ കർ ജീവൻ ദാൻ ദേത്തി ഹേ. അവ നമുക്ക് അവയുടെ അമൂല്യമായ ജലം പ്രദാനം ചെയ്ത് ജീവൻ ദാനമാണ് നൽകുന്നത്. നദിയാം പൃഥ്വിക്കോ ഉപജാവു ബനാത്തി ഹേ. നദികൾ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്നു. ഉപജാവു മീൻസ് കൃഷിക്ക് ഉപയുക്തമാക്കുന്നു. നദിയാം മछुआरे, നാവിക്, കിസാൻ ആദി ലോഗോं की आजीविका का साधन है. ഈ നദികൾ മछुआര മീൻ പിടിക്കുന്ന ആളുകൾ, മുക്കുവന്മാർക്കും നാവികർക്കും അതുപോലെ കൃഷിക്കാർ മുതലായ ആളുകൾക്കെല്ലാം ഉപജീവന മാർഗമാണ്. ആജീവിക സാധൻ ഉപജീവന മാർഗം. നദിയാം അനേക ജലീയ ജീവോं का ആശ്രയ ഹേ. നദികൾ അനേകം ജലജീവികൾക്ക് ആശ്രയമേകുന്നു. നദിയോം സെ ബിജലി കാ ഉൽപാദൻ കർത്താ ഹേ. നദികളിൽ നിന്ന് നമ്മൾ ബിജലി ഉൽപ്പാദിപ്പിക്കുന്നു, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ബിജലി ഹമാരെ ലിയെ അത്യന്ത ഉപയോഗി ഹേ. ബിജലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപയോഗമാണ്. ബിജലി കെ ബിന ഹമാര ദൈനിക് ജീവൻ കി കൽപ്പന തക്ക് നഹീ കർ സക്താ ഹേ. ബിജലി കെ ബിന, കറണ്ട് ഇല്ലാത്ത, വൈദ്യുതി ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. നദിയോं का धार्मिक दृष्टि से भी महत्व है. മതപരമായിട്ടും ഈ നദികൾക്ക് വളരെയേറെ മഹത്വമുണ്ട്. ഹമാരെ അധികതർ തീർത്ഥസ്ഥാൻ നദിയോം കെ കിനാരെ ബസേ ഹേ. നമ്മളുടെ കൂടുതലും തീർത്ഥസ്ഥാനങ്ങളും നദികളുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോക് അനേക ധാർമ്മിക് അവസരവും പർ നദി സ്നാൻ കർത്തേ ഹേ. ആളുകൾ അനേകം മതപരമായ അവസരങ്ങളിൽ നദീ സ്നാനം നടത്തുന്നു. നദിയോ മേ നൗകാ വിഹാർ കാ ആനന്ദത്തോ അദ്ഭുത ഹോത്താ ഹേ. ഈ നദികളിലൂടെയുള്ള ബോട്ട് സവാരി, നൗകാ വിഹാർ കാ മതലബ് ഹേ ബോട്ട് സവാരി. നൗകാ വിഹാർ കാ ആനന്ദത്തോ അദ്ഭുത ഹോത്താ ഹേ. അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം വളരെയേറെ അത്ഭുതകരമാണ്. അതഹ ഏ സഭി പ്രാണിയോം കെ ലിയെ കല്യാണകാരി ഹി ഹേ. അതുകൊണ്ട് എല്ലാ പ്രാണികൾക്കും ഈ നദികൾ വളരെയേറെ മംഗളകാരിയാണ്. നദിയാം ഹമാരി സംസ്കൃതി ക പെഹച്ചാൻ ഹേ. നദികൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടയാളമാണ്. പെഹച്ചാൻ, സൈൻ, സിഗ്നേച്ചർ. പെഹച്ചാൻ ഹേ. ഇനിയും ദൂഷിത് നഹീം കർണ ചാഹിയെ. നമ്മൾ ഈ നദികളെ ഒന്നും മലിനമാക്കരുത്. ക്യോങ്കി ഹമാര ജീവൻ ഇനിയും പർ നിർഭർ ഹേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ജീവൻ ഈ നദികളിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കാരണം നദികളിൽ ജലമില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെയേറെ ദുഷ്കരമാവും. നമുക്ക് ജലം പോലും കിട്ടില്ല. അങ്ങനെ പതുക്കെ ഈ ഭൂമി തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പ് ഈ നദികളുടെ
നദികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. अन्य महत्वपूर्ण परीक्षोपयोगी प्रश्नोत्तर. हिमालय से निकलने वाली नदियाँ लेखक को कैसी प्रतीत होती थी? ഈ ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദികൾ ലേഖകന് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? उत्तर सुनिए. हिमालय से निकलती नदियाँ लेखक को हिमालय की पुत्रियां प्रतीत होती है. ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദികൾ ഹിമാലയത്തിൻ്റെ പുത്രികളായിട്ടാണ് ലേഖകന് തോന്നിയത്. വേ ഉച്ചൽത്തി കൂത്തുത്തി ഖിൽഖിലാക്കർ ഹസ്തി ഹുയി വിഭിന്ന ഭാവഭംഗി അവർ ഉത്സാഹ കെ സാത്ത് ആകെ ബഡ്ത്തി ഹെ. അവർ തുള്ളിക്കളിച്ച് ചാടി കിലുകില ചിരിച്ചുകൊണ്ട് വളരെയേറെ വിഭിന്നമായ ഭാവഭംഗിയോടുകൂടി ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് ഒഴുകിപ്പോകുന്നതായിട്ടാണ് ലേഖകന് തോന്നിയത്. അഗല പ്രശ്ന ഹെ. हिमालय और समुद्र का रिश्ता लेखक ने ससुर और दामाद का क्यों बताया है? ഹിമാലയവും സമുദ്രവും തമ്മിലുള്ള ബന്ധം ലേഖൻ സസുർ ഔർ ദാമാദ് അമ്മായിയപ്പനും മരുമകനും എന്ന് പറയാൻ കാരണമെന്ത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നദിയോ കാ ഉദ്ഗം ഹിമാലയ പർവ്വത സെ ഹോനെ കെ കാരൻ ലേഖകനെ ഹിമാലയ കോ നദിയോ കെ പിതാ മാനാ ഹെ. ഈ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാലയ പർവ്വതത്തിൽ നിന്നായതുകൊണ്ട് ഹിമാലയത്തെ നദികളുടെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത്. ദൂസരി ഓർ നദിയാം സമതൽ മേ ആക്കർ ബഡാ സ്വരൂപ് പാത്തെ ഹി സമുദ്രി സെ ജാ മിൽത്തി ഹെ. മറുവശത്ത് ഈ നദികൾ സമുദ്രത്തിലെത്തിക്കഴിഞ്ഞ് വിശാലമായ ആകാരം സ്വരൂപം വിശാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവ നേരെ സമുദ്രത്തിലേക്ക് ചെന്ന് കൂടിച്ചേരുന്നു. इससे ऐसा प्रतीत होता है कि समुद्र उनका हाथ धाम लेता है. അങ്ങനെ സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നത് കൊണ്ട് ഇങ്ങനെ തോന്നും ഈ സമുദ്രം ആ നദികളെയെല്ലാം കരംഗ്രഹിക്കുകയാണ്, നദികളുടെ എല്ലാം കരംഗ്രഹിക്കുകയാണ്, അതായത് ഈ നദികളെ വിവാഹം കഴിക്കുകയാണെന്ന് തോന്നും. इसलिए लेखक हिमालय को ससुर व समुद्र को दामाद मानता है. അതുകൊണ്ടാണ് ലേഖകൻ ഹിമാലയത്തെ സസുർ എന്നും സമുദ്രത്തെ ദാമാതാവ് എന്നും കണക്കാക്കുന്നത്. और अगला प्रश्न. अभी तक मैंने दूर से देखा ऐसा कहने का क्या तात्पर्य है? ഇന്നേ വരെ ഞാൻ ഇവയെ ദൂരെ നിന്നാണ് കണ്ടിരിക്കുന്നത് എന്ന് ലേഖകൻ പറയുന്നതിലൂടെ എന്താണ് മനസ്സിലാകുന്നത്? अभी तक मैंने दूर से देखा इन शब्दों का तात्पर्य है कि लेखक ने सदा नदियों को समतल में ही देखा था. അങ്ങനെ പറയുന്നതിൽ അബി തക്ക് മേനെ ദൂസെ ദേക്ക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലേഖകൻ ഇതേവരെ ഈ നദികളെ സമതല പ്രദേശത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. തബ് ഉൻകാ സ്വരൂപ് ഏക് സംഭ്രാന്ത് മഹിള കി തരഹ് ഗംഭീർ ഔർ ശാന്ത് ധ. ആ സമയത്ത് അവരുടെ രൂപം, ഈ നദികളുടെ രൂപം വളരെയേറെ കുലീനയായ ഒരു സ്ത്രീകളെ പോലെ ഗംഭീരവും ശാന്തവും ഒക്കെ ആയിരുന്നു. लेकिन जब उन नदियों को पहाड़ी प्रदेशों में देखा तो उसे चंचल स्वभाव के लड़कियों के समान प्रतीत होती है. പക്ഷേ ഹിമാലയത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന അവയെ പഹാടി പ്രദേശത്ത് കണ്ടപ്പോൾ അവ വളരെ ചഞ്ചല സ്വഭാവമുള്ള നട്ഖഡ് കുസൃതികളായ പെൺകുട്ടികളെ പോലെയാണ്, അവർക്ക് സമാനമായിട്ടാണ് ലേഖകന് തോന്നിയത്. ऐसा लगता है कि ये नदियाँ अपना चंचल रूप तो पर्वतों पर ही छोड़ देता है. ലേഖകൻ ഇത് കണ്ടിട്ട് തോന്നുന്നത് ഈ പെൺകുട്ടികൾ, ഈ നദികൾ ആ പെൺകുട്ടികളുടേതായ കൊച്ചുകുട്ടികളുടേതായ ചഞ്ചല രൂപം ഈ പർവ്വത പ്രദേശത്ത് തന്നെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് ഒഴുകി സമതലത്തിലേക്ക് പോകുന്നതായിട്ടാണ് ലേഖകന് തോന്നിയത്. और एक प्रश्न है. लेखक ने इन नदियों को हिमालय के बेटे न कहकर हिमालय की बेटियां क्यों कहती है? ലേഖകൻ ഈ നദികളെ ഹിമാലയത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയാതെ ഹിമാലയത്തിൻ്റെ പുത്രിമാർ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? उत्तर सुनिए. नदी शब्द स्त्रीलिंग होने के कारण लेखक ने हिमालय से निकलने वाले नदियों को हिमालय की बेटियां कहती है. നദികൾ സ്ത്രീലിംഗ ശബ്ദങ്ങളായതുകൊണ്ട്, സ്ത്രീലിംഗ നാമങ്ങളായതുകൊണ്ട് ലേഖകൻ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയെല്ലാം ഹിമാലയത്തിൻ്റെ പുത്രികൾ എന്നാണ് പറയുന്നത്. वीडियो अच्छा लगता है तो सब्सक्राइब करना, शेयर करना और तुम्हारा कमेंट भी पेश करना. धन्यवाद.